അപ്പോൾ ജോബി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലൈൻ്റെ സ്ലോപ്പിനെ പറ്റി കുറേ സംസാരിച്ചു. ഇതിൽ നമ്മളിപ്പോൾ ആ സ്ലോപ്പിൻ്റെ ഐഡിയ വെച്ചിട്ട് ഒരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകണം. ഇപ്പോൾ നമ്മുടെ ഇതിനു മുമ്പ് കണ്ട ലൈൻ ഇതാ. അല്ല ജിതിൻ, എന്താണ് ഈ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ? ഒരു പോയിന്റ് ഉണ്ടെന്ന് വയ്ക്കുക. ഈ ലൈനിൻ്റെ മേലെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വയ്ക്കുക. അതാ എക്സ് വൈ. ഇതൊരു ജനറൽ പോയിന്റാണ്. അതായത് ഞാൻ ഈ ലൈനിൻ്റെ എവിടെ വേണമെങ്കിലും ഈ പോയിന്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ പോയിന്റ് ഈ ലൈനിലാണെന്നുള്ളതിൻ്റെ ഒരു ഫോർമുലയാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഓക്കെ, വേറെ വിധത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 2 ഡയമെൻഷണൽ കാർട്ടീഷ്യൻ പ്ലെയിനിലെ ചാറുപുറന്ന് കുറേ പോയിന്റ് എടുക്കണമെന്ന് വയ്ക്കുക. അതപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇല്ലെങ്കിൽ ഇതാപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇല്ലെങ്കിൽ ഇതാപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്നൊക്കെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ പോയിന്റ് എടുക്കുമ്പോഴേ അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എക്സ് ചൂസ് ചെയ്താൽ, ഇപ്പോൾ 2 എന്നുള്ള എക്സ് ചൂസ് ചെയ്തു എന്ന് വയ്ക്കുക. നമുക്ക് ആ 2 എന്നുള്ള എക്സിന് ഏത് വൈ വേണമെങ്കിലും എടുക്കാം, അല്ലേ? അതേമാതിരി തന്നെ ഇവിടെ 4 എന്നുള്ള എക്സിന് ഏത് വൈ വേണമെങ്കിലും എടുക്കാം. അതേമാതിരി തന്നെ ഇവിടെയും. പക്ഷെ നമുക്ക് നമ്മുടെ പോയിന്റ് ലൈനിൽ വേണമെന്ന് വെച്ചാൽ ഈ എക്സ്, ഇതിൻ്റെ എക്സ് എന്താണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയ വഴി എടുക്കണം, അല്ലേ? അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ -3 ആണ് എക്സ് ആയിട്ട് എടുക്കണമെന്ന് വെക്കുക. -3 ആണ് എക്സ് ആയിട്ട് എടുക്കണമെന്ന് വെക്കുക. അപ്പോൾ അതിന് നമുക്ക് വൈ എടുക്കാൻ പിന്നെ സ്വാതന്ത്ര്യമില്ല, ഫ്രീഡം ഇല്ല. അപ്പോൾ നമ്മൾ വൈ ഈക്വൽ ടു -3 തന്നെ എടുക്കണം, എന്നാലേ ആ പോയിന്റ് ഈ ലൈനിൻ്റെ മേലെ വീഴുള്ളൂ. അതേമാതിരി തന്നെ എക്സ് -2 എന്ന് എടുത്താൽ വൈ -1 എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ, ശരി, നമ്മളിപ്പോൾ ലൈനിൽ നമ്മുടെ പോയിന്റ്സ് ഒക്കെ ലൈനിൽ തന്നെ വീണമെന്ന് പറഞ്ഞാൽ എക്സ് നമ്മൾ ചൂസ് ചെയ്താൽ പിന്നെ വൈ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. അപ്പോൾ ആലോചിക്കുമ്പോൾ എക്സും വൈയും തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടാവും, നമുക്ക് ചെയ്തു നോക്കാം, നമുക്കൊരു തോന്നൽ വരികയാണ്. അപ്പം അങ്ങനെ എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് നമ്മൾ നോക്കിയാൽ നമ്മളിപ്പോൾ അതന്നെ ചെയ്യാൻ പോകണം. നമ്മൾ എക്സും വൈയും തമ്മിലുള്ള ഈ ലൈനിൻ്റെ മേലെ വീണ പോയിന്റ്സിൻ്റെ എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഫോർമുല കിട്ടും. ആ ഫോർമുലയാണ് ഈ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലൈനിൻ്റെ കേസിൽ മാത്രമല്ല, അപ്പം നമുക്ക് ഒരു എലിപ്സ് ഉണ്ടെന്ന് വെക്കുക. അതപ്പോൾ ഒരു എലിപ്സ്, അപ്പോൾ എലിപ്സിൻ്റെ മേലെ ഇതപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വെക്കുക, എക്സ് വൈ, ഒരു ജനറൽ പോയിന്റ്. എപ്പോഴും ഒരു ജനറൽ പോയിന്റിന് ഞാൻ എക്സ് വൈ എന്നാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഈ പോയിന്റ്സ് ഒക്കെ, അതായത് ഒരു ജനറൽ പോയിന്റ് എക്സ് വൈ എലിപ്സിൽ വീണമെന്നുണ്ടെങ്കിൽ ഈ എക്സും വൈയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ നാച്ചുറലായിട്ട് വിചാരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കും, കിട്ടുന്നുണ്ടോ, എക്സും വൈയും തമ്മിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ മിക്കവാറും നമുക്ക് കിട്ടും. അപ്പോൾ അതിനാണ് ഇക്വേഷൻ ഓഫ് എൻ എലിപ്സ് എന്ന് പറയാം. ഇവിടെയും ഞാൻ എക്സും വൈയും തമ്മിൽ ഒരു ഫോർമുല കിട്ടുന്നുണ്ടോ, സോ ദാറ്റ് ഇങ്ങനത്തെ മാതിരി എല്ലാ എക്സ് വൈ പോയിന്റ്സും ലൈനിലുള്ള എക്സ് വൈ പോയിന്റ്സ് ഒക്കെ ലൈനിലാവണ മാതിരി എക്സും വൈയും തമ്മിൽ ഒരു ഫോർമുല കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. ഇതൊക്കെ ചെയ്ത് നോക്കി കിട്ടിയതാണ്. അല്ലാണ്ട് ഒരു ലൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആ ലൈൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അങ്ങനെയല്ലല്ലോ. ഇതൊക്കെ ചെയ്ത് നോക്കി കിട്ടിയതല്ലേ. മാത്തമാറ്റിക്സ് മുഴുവൻ ചെയ്ത് നോക്കി കിട്ടിയതല്ലേ, അല്ലേ ജോബി? അതെ ജിതിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുമാതിരി ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ മേലെ 2 പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു പോയിന്റ് ഇത്, അപ്പോൾ ഞാൻ അതിനെ x1, y1 എന്ന് വിളിക്കണമെന്ന് വയ്ക്കുക. പിന്നെ അതേമാതിരി ഇത് ഇവിടെ വേറൊരു പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വയ്ക്കുക. ഇത് 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ 2 പോയിന്റിൽ കൂടി പോണ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? അതായത് ഈ 2 പോയിന്റിന്റെ ഉള്ളിൽ കൂടി പോണ ലൈനിന്റെ മേലെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിന്റെ എക്സും വൈയും തമ്മിൽ എന്തായിരിക്കണം ഫോർമുല? ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ. അപ്പോൾ ശരി, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? നമുക്ക് ഒരു മെയിൻ ഐഡിയ അറിയാം. മെയിൻ ഐഡിയ എന്താണ്? ഒരു ലൈനിന്റെ സ്ലോപ്പ് എല്ലാവിടെയും സെയിം ആണ്. അപ്പോൾ ആ ഐഡിയ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ x1 y1ഉം x2 y2ഉം ഉപയോഗിച്ചിട്ട് സ്ലോപ്പ് ഞാൻ എഴുതാൻ പോകണം. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. ഇവിടെ ഞാൻ y1 to y2 ആണ് നമ്മുടെ
ചേഞ്ച് ഇൻ വൈ. അതേമാതിരി x1 to x2 ആണ് ചേഞ്ച് ഇൻ എക്സ്. അപ്പോൾ ഇത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഈ x1 y1ഉം x2 y2 നമുക്ക് തന്ന പോയിന്റ്സ് ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി സ്ലോപ്പ് ലൈനിന്റെ എല്ലാവിടെയും സെയിം ആണല്ലോ. അപ്പം ഞാൻ ഈ രണ്ട് പോയിന്റ്സിന് പകരം x2 y2 x1 y1 ഈ രണ്ട് പോയിന്റ്സിന് പകരം ഞാൻ ഈ xyയും x1 y1ഉം വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കും. അപ്പോൾ അത് സെയിം ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ സ്ലോപ്പിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് x1 എക്സിലേക്കുള്ള മാറ്റം, ഡെൽറ്റ വൈ എന്നുള്ളത് y1 വൈയിലേക്കുള്ള മാറ്റം, പിന്നെ ഡെൽറ്റ എക്സ് എന്നുള്ളത് x1 എക്സിലേക്കുള്ള മാറ്റം. അപ്പോൾ ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ y മൈനസ് y1, മറ്റേത് എക്സ് മൈനസ് x1. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നത്? y മൈനസ് y1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. കാരണം ഞാൻ എന്താ പറയുന്നത്, ഒരു എക്സ് ലൈനിന്റെ മേലെ ഒരു എക്സ് ചൂസ് ചെയ്താൽ എന്താണ് കറസ്പോണ്ടിങ് വൈ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നല്ലേ പറഞ്ഞത്. അതാ ഈ ഫോമിൽ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് എക്സ് തന്നാൽ നമ്മൾ ഒരു എക്സ് ചൂസ് ചെയ്താൽ അതിന്റെ കറസ്പോണ്ടിങ് വൈ ഈ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കുക. x1 y1 x2 y2 ഒക്കെ നേരത്തെ അറിയാം, തന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ വേണ്ടത് നമ്മളൊരു എക്സ് ചൂസ് ചെയ്തപ്പോൾ ഇതപ്പോൾ x is equal to minus 2.5. ഇത് minus 1.5. x is equal to minus 1.5. അതിനുള്ള y വാല്യൂ എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് y വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ എക്സാമ്പിളൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇതൊരു ഇക്വേഷൻ ഓഫ് ലൈനിന്റെ ഒരു ഫോമാണ്. അപ്പോൾ ഞാനിതിനെ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഈ ഫോമിനെ എന്താ പറയുക അറിയോ? 2 പോയിന്റ് ഫോം എന്ന് പറയും. 2 പോയിന്റ് ഫോം. കാരണം 2 പോയിന്റ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഈ 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനെ 2 പോയിന്റ് ഫോം എന്ന് പറയും. ഓക്കെ, ഇനി ഞാൻ ഇതിനെത്തിരി വേറെ മാതിരി എഴുതാം. അപ്പോൾ y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 ഇസ് ഈക്വൽ ടു ഈ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 സ്ലോപ്പ് അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്ലോപ്പിന് ഒരു സിമ്പിൾ ഉപയോഗിച്ചില്ലേ? എന്താണത്? എം അല്ലേ? അപ്പം ഞാൻ y മൈനസ് y1 ഇസ് ഈക്വൽ ഡിവൈഡ് ബൈ എക്സ് മൈനസ് x1 ഇസ് ഈക്വൽ ടു എം എന്ന് എഴുതാൻ പോകണം. എം ഒരു കോൺസ്റ്റന്റ് ആണ്. എന്നിട്ട് ഞാൻ y മൈനസ് y1 ഈസ് ഈക്വൽ ടു ഇതിനെവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എം ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം എക്സ് മൈനസ് എം x1. എന്നിട്ട് ഞാൻ ഈ y1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താണ്? y ഈസ് ഈക്വൽ ടു y1 പ്ലസ് എം എക്സ് മൈനസ് എം x1. ഞാനതിനെ ചെറുതായിട്ട് ഈ എം എക്സിനെ ആദ്യം എഴുതിയിട്ട് എം എക്സ് പ്ലസ് y1 മൈനസ് എം x1 എഴുതും. ഇതിൽ എം കോൺസ്റ്റന്റ് ആണ്, x1ഉം y1ഉം കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്? നമുക്ക് തന്ന പോയിന്റിലത്തെ ഒരു പോയിന്റാണ്. 2 പോയിന്റ്സ് തന്നതിൽ ഒരു പോയിന്റാണ് x1ഉം y1ഉം. അപ്പോൾ y1 കോൺസ്റ്റന്റ് ആണ്, എം കോൺസ്റ്റന്റ് ആണ്, x1 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് മൊത്തം ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു വേറൊരു സിമ്പിൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതും, എം എക്സ് പ്ലസ് സി എന്ന് എഴുതും. സി എന്താണ്? y1 മൈനസ് എം x1 ആണ് സി. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഇക്വേഷൻ, ഇതാണ് ഒരു ഇക്വേഷൻ ഓഫ് എ ലൈനിന്റെ ഏറ്റവും ഫേമസ് ആയ ഫോം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഇതിനെ എന്താ പറയുക അറിയോ?
സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയും. നിങ്ങളെ മാത്സിൽ ഇതിനെക്കാട്ടിലും കുറേ ഫോംസ് പഠിക്കും, പക്ഷെ നമുക്ക് ഇത് രണ്ടും മതി. ഓക്കെ, ശരി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്? ഓക്കെ, നമുക്ക് ഈ സിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഇതിലേ നമ്മളിപ്പോൾ എക്സ് 0 ഇടുകയെന്ന് വയ്ക്കുക. അതായത് 4 x = 0. ഇവിടെ 0 ഇട്ടാൽ എന്ത് കിട്ടും? y = c എന്ന് കിട്ടും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ ലൈനിൽ എക്സ് 0 ആകുമ്പോൾ ഉള്ള വൈൻ്റെ വാല്യൂ ആണ് സി. അപ്പോൾ നമ്മൾ ഈ ലൈൻ എടുത്താണ്ടല്ലോ, ഈ ലൈനിന് എക്സ് 0 എവിടെയാണ്? ഈ വൈ ആക്സിസ് ക്രോസ് ചെയ്യുന്ന അവിടെയാണ് എക്സ് 0 അല്ലേ? ഈ വൈ ആക്സിസിൽ എല്ലാവിടെയും എക്സ് 0 അല്ലേ? അപ്പോൾ ഈ ലൈൻ വൈ ആക്സിസ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ എക്സ് 0 ആണ്. അപ്പോൾ ആ സമയത്തിലത്തെ വൈ വാല്യൂ ആണ് സി. അപ്പോൾ അതായത് ഈ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ് സി. ഇതിന്റെ ഫുൾ കോർഡിനേറ്റ്സ് എന്താണ്? 0, c. എക്സ് 0 ആണ്, വൈ കോർഡിനേറ്റ് സി. നമ്മളിത് അപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ സി എന്താണ്? സി ഈ ഭാഗമാണ് സി. അപ്പൊ അതുകൊണ്ടാണ് ഈ സിനെ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വൈ ആക്സിസിനെ കട്ട് ചെയ്യണ ഭാഗം, ഈ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യണ ഭാഗത്തിനെയാണ് നമ്മൾ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടുമിക്കവാറും ഉപയോഗിക്കുന്ന ഫോം. y = mx + c. m സ്ലോപ്പ്, c y ഇന്റർസെപ്റ്റ്, രണ്ടും കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യും. പക്ഷേ ഈ രണ്ട് ഫോമാണ് ഏറ്റവും യൂസ്ഫുൾ ആയ രണ്ട് ഫോം. അല്ല ജിതിൻ, അപ്പോൾ നമുക്ക് ഏത് ലൈനും ഇതേമാതിരി ഈ ഒരു ഫോമിൽ ഇക്വേഷൻ എഴുതാൻ പറ്റുമോ? y = mx + c എന്ന്? ഓൾമോസ്റ്റ് എല്ലാ ലൈൻസിനും നമുക്ക് ഈ ഫോമിൽ എഴുതാം. പക്ഷേ ചില ലൈൻസിന് ഈ ഫോം പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, എം എന്ന് പറയുന്നത് ഇതിന്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് കൂടുന്തോറും ലൈൻ കൂടുതൽ കുത്തനാവുമെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കുത്തനെ ഇതിപ്പോ ഇങ്ങനെ ഞാൻ എം കൂടിയാൽ ഇതിപ്പോ കൂടുതൽ കുത്തനെ, അങ്ങനെ കൂടുതൽ കുത്തനായിട്ട് നമുക്കൊരു പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈൻ കിട്ടും അല്ലേ? ഒരു പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈൻ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ലൈനിന് എന്താണ് സ്ലോപ്പ്? ഇത് നോക്കിയാൽ ചേഞ്ച് ഇൻ വൈ ഫോർ ചേഞ്ച് ഇൻ എക്സ്. ഒരു പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈനിന് എക്സ് മാറണേയില്ല അല്ലേ? ഇതപ്പോൾ ഈ ലൈനിന് എക്സ് കോൺസ്റ്റന്റ് ആണ്, -4 എക്സ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ വൈ -∞ മുതൽ +∞ വരെ വൈ മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിൽ ഏത് പോയിന്റ് എടുത്താലും എന്തപ്പോ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം എങ്ങനെയാണ്? ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുത്താൽ ഇതാ ഈ പോയിന്റും എടുത്താൽ ഈ പോയിന്റ് തമ്മിലുള്ള ഡെൽറ്റ വൈ ഇത്രയാണ് അല്ലേ? ഇതാണ് ഡെൽറ്റ വൈ. ഡെൽറ്റ എക്സ് എന്താണ്? ഡെൽറ്റ എക്സ് 0 ആണ് അല്ലേ? കാരണം രണ്ടിനും ഒരേ എക്സ് ആണ്. അപ്പൊ ഡെൽറ്റ എക്സ് 0 ആണ്. അപ്പൊ ഇവിടെ ഈ ലൈനിന് സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അതായത് ഫോർ എ vertical line m is equal to infinity. ഓക്കെ, അതന്നെ ഒരു ബുദ്ധിമുട്ടായി. ഇവിടെ റൈറ്റ് സൈഡിൽ y = mx + c എന്നുള്ള സൈഡിൽ m ഇൻഫിനിറ്റി ആയി. ഇനി സിയും ഞാൻ എന്താ ഈ ലൈൻ കണ്ടില്ലേ? ഈ ലൈൻ ഇത് ഇവിടെയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ y ഇന്റർസെപ്റ്റ് 3 ആണ്. ഇത് കൂടുതൽ കുത്തനെയാവുമ്പോൾ ഇത് വൈ ആക്സിസ് ക്രോസ് ചെയ്യണത് കൂടുതൽ മേലെയാവും അല്ലേ? മനസ്സിലാവണില്ലേ? അപ്പോൾ അങ്ങനെ കൂടുതൽ ആവുമ്പോൾ ഒരു പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈൻ കിട്ടുമ്പോൾ അതിന്റെ വൈ ഇന്റർസെപ്റ്റും ഇൻഫിനിറ്റി ആവും. കാരണം ഇത് കൂടുതൽ കുത്തനെയാവുമ്പോൾ അത് വൈ ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് കൂടുതൽ മേലെ പോവും. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈൻ എടുക്കുമ്പോൾ ആ വൈ ആക്സിസിനെ ക്രോസ് ചെയ്യണത് ഇൻഫിനിറ്റിയിലാവും. അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തം കുളമായി ഇല്ലേ? ഇത് ഇൻഫിനിറ്റി, സിയും ഇൻഫിനിറ്റി. അപ്പോൾ ഇതൊരു
തല്ലിപ്പൊൾ ഇക്വേഷനായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ജോബി ചോദിച്ചതിൻ്റെ ഉത്തരം ഇതാണ്: പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഒരു ഫുൾ കോളമായിട്ട് മാറും. അപ്പോൾ അവിടെ എന്താ ചെയ്യുക? അവിടെ നമുക്ക് അതിനേക്കാളും ഒരു എളുപ്പത്തിൽ നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇത് കണ്ടോ, ഈ വെർട്ടിക്കൽ ലൈനിന് എന്താണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി? എക്സ് മാറില്ല എന്നാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ഈ ലൈന് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇക്വേഷനായിട്ട് എഴുതുക? എക്സ് ഈസ് ഈക്വൽ ടു -4 എന്ന് എഴുതാം. ഇത് മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഒരു പോയിന്റ് അതിൽ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഓക്കെ, എക്സ് -4 ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ എക്സ് ഈക്വൽ ടു -4 ആണെങ്കിൽ ആ പോയിന്റ് ഈ ലൈനിലാണ്. അല്ല ജിതിൻ, അപ്പോൾ എക്സ് ഈക്വൽ ടു -4 മാത്രം അറിഞ്ഞാൽ ആ പോയിന്റ് ആ ലൈനിൽ മാത്രമാണെന്നാണ് അർത്ഥം? അത് ഞാൻ പറഞ്ഞില്ല. സി ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിന് എക്സ് ഈക്വൽ ടു -4 ആണ്. പക്ഷെ ഈ പോയിന്റ് ഈ ലൈനിലുണ്ട്, ഈ ലൈനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ലൈനിൽ ആ പോയിന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ഈ പോയിന്റ് വേറെ ഒരു ലൈനിലും ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് ഈ ലൈനിലുണ്ട്, ഈ ലൈനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഏത് ലൈനും ആവാമല്ലോ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു പോയിന്റ് ഈ ലൈനിലാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പോയിന്റിന്റെ എക്സും വൈയും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി പറഞ്ഞു. പക്ഷെ ആ പോയിന്റ് അതിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല, വേറെ ഏതെങ്കിലും ലൈനിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ പോയിന്റിന് ഈ ലൈനിലുണ്ട് അല്ലേ, പിന്നെ ഈ ലൈനിലുണ്ട്, സോറി അത് തെറ്റി, ഈ ലൈനിലുണ്ട്. അപ്പോൾ ഒരു പോയിന്റിന്റെ ഒരു ഇക്വേഷൻ ഓഫ് എ ലൈനിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഒരു പോയിന്റ് തന്നാൽ ആ പോയിന്റ് ആ ലൈനിലാണോ എന്ന് തെളിയിക്കണ ഒരു ഫോർമുലയാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. അതുകൊണ്ട് ആ പോയിന്റ് ആ ലൈനിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ഒരു പോയിന്റ് തന്നാൽ അത് ഒരു ലൈനിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ ലൈനിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് ആ ലൈനിലുണ്ട്, അത്രേ പറയുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് ഫോർമുല, അതായത് y = mx + c, വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ y = mx + c, വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ ജനറൽ ഫോർമുല വന്നിട്ട് x = സം കോൺസ്റ്റന്റ് a എന്താണത്? ആ വെർട്ടിക്കൽ ലൈനിൽ എന്താണോ x അതാണ് a. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ചേർത്താൽ നമുക്ക് ഏത് ലൈൻ്റെയും ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ ഓഫ് എ ലൈനിനെ പറ്റി പറയാൻ. നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ വീഡിയോ നിർത്താം.